ദുൽഖർ സൽമാൻ ആശാൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ എത്തിപ്പെടുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. 14 കൊല്ലം ബിപിൻ പെരുമ്പള്ളിക്ക് തന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാനിതിലേക്ക് പോകുന്നപ്പോൾ എനിക്ക് വട്ടാൻ നാട്ടുകാർ പറഞ്ഞോണ്ട് 2 ചെറിയ പിള്ളേര്, 3 ഒരു ഭാര്യ ഒരമ്മ. സിനിമയിൽ അഭിനയിക്കാൻ എളുപ്പമാണ്. ഒരു ദിവസം കൊച്ചുങ്ങളെ നോക്കാൻ തോന്നി എന്റെ പൊന്നോ തേജ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ എന്നെ ഓർത്തല്ലോ, വേറൊരാളെ ഓർത്തല്ല അവസ്ഥയിൽ എന്റെ മുഖം മാത്രം സാറിന് മനസ്സിലേക്ക് വന്നേ. ജോൺ പോൾ സാറിനെ കാണുമ്പോൾ ചോദിച്ചു എന്തൊരു കോപ്പിലും പരിപാടി കാണിച്ചിട്ടുള്ളതായിരുന്നു. അദ്ദേഹമാണ് ഒരു കാരണക്കാരൻ. ചെയ്യാൻ പോകുന്നത് ചെയ്യാനല്ലേ കുട്ടി പറ്റൂ. നായകൻ ചിലപ്പോ ഓക്കെ, എല്ലാത്തിനും ഷോട്ടിനൊക്കെ ഓക്കെ ആയിരിക്കും. ഒരു ശിങ്കാരി വിചാരിച്ചാൽ ചീത്തയാൻ പറ്റിയ നായകനാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. സൊസൈറ്റി തന്നെ ഇതിന് രണ്ടായിട്ട് പറയുന്നുണ്ട്. എവിടെയൊക്കെ ഒരു നന്മയുണ്ടോ അത് വേറെ ഒരു സൊസൈറ്റി തിന്മയായിരിക്കും. ഒരു കാരണത്തിനും പടം വരയ്ക്കാൻ പറ്റത്തില്ല. ഇല്ലല്ലേ. ഒരു ഉപ്പിട്ടാ രണ്ടാമത് ഒരു ഉപ്പിടാൻ പറ്റൂല. നമ്മുടെ ലോകത്തിൽ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന പല കാര്യങ്ങളും ജീവിതയാത്രയിൽ തെറ്റാവായി പോകാറുണ്ട്. ഹിമാലയം ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ കൊല്ലത്തിൽ ഒരു വർഷം ഹിമാലയം ചവിട്ടും. ആശാൻ നമ്മുടെ കുടുംബത്തിലും ഫാമിലിയിലും മക്കളുടെ ഇടയ്ക്കും നമ്മുടെ ഇടയ്ക്ക് ദൈവത്തിന്റെ സ്ഥാനമാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. ഹലോ, നമസ്കാരം എല്ലാവർക്കും. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ചൈതന്യ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആള് മലയാളികൾക്ക് ഇങ്ങനെ പരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. ആശാന്റെ സ്വന്തം കരൺ ചന്ദാണ്. വെൽക്കം വെൽക്കം ചേട്ടാ. ബിപിൻ ചേട്ടാ. ബിപിൻ പെരുമ്പള്ളി എന്നുള്ളൊരു പേര് നമ്മളിങ്ങനെ നോക്കുമ്പോഴേ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാഗ് ലൈൻ ഒന്നല്ല, പല പല മേഖലകളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ശരിക്കും എന്താണ്, ആരാണ് ബിപിൻ പെരുമ്പള്ളി? അതിപ്പോഴും ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എനിക്ക് പോലും പിടുത്തൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. എങ്കിൽ പോലും മനുഷ്യനാണ് എന്നുള്ളൊരു സംശയമില്ല. പക്ഷെ ഞാൻ പറയാണ്, ഞാനൊരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ വിളിക്കാം. അതായത് പലതരത്തിലുള്ള പല മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭ പുലർത്തുന്ന ഒരാളല്ലേ? ഞാൻ കാർട്ടൂണിസ്റ്റും കൂടിയാണോ? അല്ലല്ല, എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അതായത് പ്രൊഫൈല് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ പ്രൊഫൈലില് കുറച്ച് കാർട്ടൂൺ കണ്ടു. അത് എന്റെ സുഹൃത്ത് കാപ്പ എന്ന് പറയും. നമ്മുടെ ലോഗയിലൊക്കെ ഡിസൈൻ ചെയ്ത് വരച്ച ബംഗ്ലാന്റെ ഒക്കെ അസിസ്റ്റന്റ് ആണ്. മൂപ്പരാണ് നമ്മുടെ എഴുതിയ ബുക്കിന്റെ ഈ കാരിക്കേച്ചേഴ്സ് ഒക്കെ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹം വരച്ചാണ്, ഞാൻ വരച്ചല്ല. ഇങ്ങനെ കുറെ പോസ്റ്റുകൾ അടുപ്പിച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഇവിടെയും ഒരു കാരണത്തിനും പടം വരയ്ക്കാൻ പറ്റത്തില്ല. ഇല്ലല്ലേ, നമ്മളെ കൊണ്ട് അത് പറ്റൂല. പടം പോയിട്ട് ഒരു ഉപ്പിട്ടാ രണ്ടാമത് ഒരു ഉപ്പിടാൻ പറ്റൂല. ഓക്കെ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, അവിടുന്ന് ഒരു കർഷകനിൽ നിന്നൊരു സിനിമയിലേക്കുള്ള ദൂരം, ഈ ഒരു ദൂരം എങ്ങനെയാണ് ശരിക്കും? ശരിക്കും നല്ല ദൂരം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് ജനിച്ച് തന്നെ വാഴക്കുളം എന്ന് പറയുന്ന ഒരു കർഷക ഗ്രാമത്തിലാണ്. ഫാമിലി ആയിട്ട് കൃഷിക്കാരാണ്. പിന്നീട് അവിടുന്ന് പഠിത്തമൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് ചാടുന്നത്. പിന്നീട് എപ്പോഴും സിനിമ പണ്ട് തൊട്ടേ തലയിലുണ്ട്. പിന്നെ ഇതൊക്കെ പിന്നീട് ഇവിടെ വന്ന് ജോലിയൊക്കെ അന്വേഷിച്ച സമയത്താണ് സിനിമ കൂടുതലായിട്ട് തലയിൽ കയറിയത്. എങ്ങനെയൊക്കെയോ ഇതിലെത്തിപ്പെടാനും ഞാൻ മറ്റേ ഫസ്റ്റ് സിനിമ സെക്കൻഡ് ഷോ ആണ്. സെക്കൻഡ് ഷോയുടെ തിരക്കഥയായിട്ട് എനിക്ക് തോന്നുന്നൊരു കുറേ കാലഘട്ടം 2-3 കൊല്ലങ്ങളോളം ഇത് കൂടെ കഥ പറഞ്ഞു നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ദുൽഖർ സൽമാൻ ആശാൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ആശാനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ആശാൻ ഈ സിനിമ സെക്കൻഡ് ഷോ യെസ് പറയുന്നതോടുകൂടിയാണ് നമ്മുടെ സിനിമാ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അബു അങ്ങനെയാണ് സിനിമാ ജീവിതത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞപോലെ പിന്നീടും ഈ പറഞ്ഞ പോലെ എളുപ്പമായിരുന്നില്ല ട്രാവൽ. ഇതിലേക്ക് ഇത് നിൽക്കുക, എത്തിപ്പെടുക, വീണ്ടും ഇതിലേക്ക് വരിക. കുറെ പ്രാവശ്യം നമ്മൾ പുറത്തു പോയി തിരിച്ചു വരികയൊക്കെ ചെയ്തില്ല. അത് എവിടെയൊക്കെ പോയാലും ലാസ്റ്റ് ഇതിലേക്ക് തന്നെ വന്നെന്നൊരു ചിന്തയും അങ്ങനെ ഒരു സംഭവമൊക്കെ ആണല്ലോ. നമ്മുടെ ആശാൻ എന്ന് പറയുന്ന സിനിമയെ ശരിക്കും അതാണ് പറയുന്നതെന്ന് തോന്നുന്നു അല്ലേ?
അതായത് സിനിമയ്ക്കുള്ളിൽ സിനിമ, സിനിമയിലൊരു സിനിമ, എന്ത് വേണമെങ്കിലും ആശാനെ പറയാം. സിനിമയാണ് ആശാൻ എന്ന് പറഞ്ഞാൽ ആശാൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സിനിമയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ, അതിന്റെ അകത്ത് വേറെ സിനിമ, സിനിമ, അതിന്റെ അകത്ത് മറ്റൊരു സിനിമ, മറ്റൊരു സിനിമ, സിനിമയോട് സിനിമ, സിനിമകളുടെ ഒരു അതിപ്രസരമാണ് നമ്മൾ കണ്ടത്. ഘോഷയാത്ര. ശരിക്കും ആശാൻ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാര് എന്തൊക്കെയോ മനസ്സിൽ കുറെ ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് ഇറങ്ങുന്നത്. അതിന്റെ ക്ലൈമാക്സ് അങ്ങനെ തന്നെ വേണം എന്ന് ആദ്യമേ ഡിസൈഡഡ് ആയിരുന്നു. കാരണം ഇപ്പോ ഇറങ്ങുന്ന സിനിമകൾ വെച്ച് സിനിമയുടെ ക്ലൈമാക്സ് പോയിട്ട് ഇതിന്റെ കഥ സത്യം പറഞ്ഞ ജോൺ പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. സിനിമയിൽ അഭിനയിക്കുമ്പോ എല്ലാം എന്റെ കഥാപാത്രം എന്താണ്, ഞാൻ എങ്ങനെ പെർഫോം ചെയ്യണം, ഇതാണ് എന്റെ പരിപാടി എന്നുള്ളതല്ലാതെ അടുത്തൊരാളെങ്ങനെ പെർഫോം ചെയ്യാന്ന് വരെ ജോൺ പോൾ പറഞ്ഞു തരത്തില്ല. ഇല്ല. അവിടെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അഭിനേതാക്കളാണല്ലോ. അപ്പൊ അതിൻ്റെ ഒരു ലൈറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബോയ് തന്നെയാണ് ലൈറ്റ് ബോയ് ആയിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ അപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ നടന്മാരുമാണ്. ആ സെറ്റിലിപ്പ് നിൽക്കുന്ന കംപ്ലീറ്റ് ക്രൂവും നടന്മാരാണല്ലോ. അപ്പൊ ഇത് ഞാനൊക്കെ അഭിനയിക്കുമ്പോ സീരിയസ് ആയിട്ട് സംഭവം പോലും ഞാൻ ചേർന്നില്ല. പക്ഷെ സിനിമ മൊത്തത്തിൽ സീരിയസ് അല്ലേ. സംവിധായകന്റെ ഒരു സിനിമ സംവിധായകന്റെ ഒരു ആർട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കലയാണത്. അദ്ദേഹമാണ് ഇതിനിങ്ങനെ ക്രാഫ്റ്റ് ചെയ്തെടുത്തത്. അപ്പൊ ഒരു കഥ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് പുള്ളി 3 കഥ 4 കഥയൊക്കെ ഒരു സിനിമ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹം. പിന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിനൊരു ജോൺ പോൾ സാഗറിനെ സെലക്ട് ചെയ്ത് വലിയ എന്നെ കൺസിഡർ ചെയ്തൊക്കെ വലിയ സന്തോഷം. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത ക്യാരക്ടർ ഞാൻ ചെയ്തതെല്ലാം കോമഡി ആണല്ലോ, പിന്നെ ഇത് വന്നപ്പോഴെങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ളൊരു സംഭവം. ആരോ സിനിമ ഭയങ്കര ഇമോഷണൽ ഇമോഷണലോ, ഞാൻ അങ്ങനെ അല്ലല്ലോ ചെയ്തത്. ഇവര് തോന്നിയായിരിക്കും സിനിമ കണ്ടപ്പോ ഭയങ്കര ഇമോഷൻ ഉണ്ട്. അല്ല അത് ഒരു എനിക്കറിയത്തില്ല. കാരണം നമ്മൾ അഭിനയിച്ചാൽ ആ പോർഷൻസ് അത്രയല്ലേ ഉള്ളൂ. പിന്നീടാണല്ലോ ഇവരുടെ ഈ ടുവേഴ്സ് ദ ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ വരുന്നത്. ഞാൻ കണ്ടില്ല അത് എടുക്കുന്ന ഷൂട്ട് ചെയ്തൊന്നും. രസമായിട്ടുണ്ട്. അതങ്ങനെ അതിലേക്ക് കണക്ട് ആവുകയും ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. അഭിനയിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല. കരൺചന്ദിന്റെ സ്വീകാര്യത എങ്ങനെ നോക്കി കാണുന്നു ശരിക്കും? ആക്ച്വലി ഭയങ്കര സന്തോഷം. കാരണം ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. കാരണം ഇപ്പോഴൊരു ഒരു ശകലം 1.5 കട്ടയിൽ കൂടുതലാണല്ലോ മൊത്തത്തില്. അതെ അതെ അതെ. അപ്പൊ അത് ആൾക്കാർ സ്വീകരിച്ചു എന്ന് പറയുന്നതും ഭയങ്കര സന്തോഷം. പിന്നെ ജോൺ പോളിനോട് ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് അനുകരണം കൊണ്ടുവരാൻ നോക്കണം. ഇതുവരെ കണ്ട സിനിമകളിൽ അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ ഒത്തിരി കുറെ നമുക്ക് റെഫറൻസുകൾ ഉണ്ടല്ലോ സിനിമ അഭിനയിച്ച. അപ്പൊ അതങ്ങനെ നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പണ്ടത്തെ നമ്മളിങ്ങനെ കുറച്ച് വിന്റേജ് നായകന്മാരുടെ ഒരു ലുക്ക് അതിലെവിടെയോ മിന്നി മറന്നു പോകുന്നുണ്ട് ശരിക്കും. വന്ന് നിൽക്കുമ്പോ തന്നെ ഇതൊരു ഒരു വിന്റേജ് സൂപ്പർ ഹീറോ ആണെന്ന് തോന്നുന്ന രീതിയിൽ ആ ഗെറ്റപ്പ്, സ്ക്രീൻ പ്രസൻസ് ശരിക്കും ഭയങ്കരമായി. അല്ല, ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നിരുന്നൊരു ചോദ്യമാണ്, ഇതിലൊരു റെഫറൻസ് ആയിട്ട് ആരെങ്കിലും കണ്ടിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ ക്യാരക്ടേഴ്സ്, ഇപ്പൊ നമ്മള് സരോജ് കുമാറിന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ റെഫറൻസുകൾ ഉണ്ടായിരുന്നു? ജോൺ പോൾ സാർ പറഞ്ഞൊരു കാര്യം, അങ്ങനത്തെ സംഭവം കണ്ടാ നീ പോയിന്നു. പിന്നെ ഇതൊക്കെ പറയുമ്പോലെ ഇപ്പൊ ഓരോ സീൻസിൽ എങ്ങനെ വന്നെന്നുള്ള കേസിൽ ജോൺ പോൾ സാറിന് വ്യക്തതയുണ്ട്. അപ്പൊ നമ്മളത് പുള്ളിമുപ്പര് പറയുമ്പോൾ പെർഫോം ചെയ്യാന്നൊരു ടാസ്ക് ആണ് നമ്മൾ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ പെർഫോം ചെയ്യാന്നൊരു സാധനമാണ് നമ്മൾ ആക്ച്വലി ചെയ്തുള്ളൂ. അപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ജോൺ പോൾ സാറിനാണ്. പിന്നെ കൂടെ അഭിനയിച്ച് എന്തൊരു ആക്ടേഴ്സാണ് കൂടെ ചേട്ടനായാലും ജോമോനായാലും അവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർ എല്ലാം പെർഫോമൻസ് അല്ലേ. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. നമ്മളതിന്റെ അതങ്ങ് നമുക്ക് അഭിനയിക്കാന്ന് ഒരിക്കലും തോന്നില്ല അവിടെ നിന്ന്. മുല്ലപ്പൂമ്പടിയുടെ ഒരു മുല്ലപ്പൂമ്പടിയുടെ സാധനം കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ കട്ടക്ക് അഭിനയിക്കുമ്പോഴത്തേക്കും ബാക്കിൽ ഇങ്ങനെ നമ്മുടെ ശിങ്കാരി എന്ന് പറഞ്ഞ പയ്യൻ പോലും ഓരോ ഡയലോഗിലും അതുപോലത്തെ എക്സ്പ്രഷൻ ഒക്കെ അവരിടുക. അപ്പൊ ഭയങ്കര രസമായിട്ട് ചെയ്യാം. അപ്പൊ ഇവരെ കൂടെ പിടിച്ചേക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനകത്ത്. ഈ ശിങ്കാരി എന്നുള്ള ക്യാരക്ടർ നമ്മളിങ്ങനെ കാണുമ്പോ നമുക്കൊക്കെ തോന്നി മലയാള സിനിമയിലെ ശിങ്കാരികൾ ഒരുപാടുണ്ടോ ശരിക്കും? ഞാൻ ആരെയും കണ്ടിട്ടില്ല. ബേസിക്കലി ഇത് ഈ മലയാള സിനിമേനെ നമ്മള് അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ ഒരു മാധ്യമത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു അങ്ങനെ കാണാം. അതിപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. എന്നാൽ നല്ല ആൾക്കാരുണ്ടോ? നല്ല ആൾക്കാരുണ്ട്. ഇതൊന്നും ഇതൊരു എഴുത്തുകാരന്റെ ഭാവനയിൽ വരുന്ന കഥാപാത്രങ്ങളാണ്.
ഒരു സംഭവം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നിന് കാണണം, അല്ലെങ്കിൽ വായിക്കണം, അല്ലെങ്കിൽ കേൾക്കണം, അങ്ങനെയൊക്കെയാണല്ലോ കഥാപാത്രങ്ങൾ ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് എഴുതാറുണ്ടാവാം. ഈ നായകനെ ചീത്തയാക്കുന്ന ഒരു ശിങ്കാരി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം നായകൻ ചിലപ്പോ ഓക്കെ എല്ലാത്തിനും ഷോട്ടിനൊക്കെ ഓക്കെ ആയിരിക്കും. നായകനെ ചീത്തയാക്കാൻ ഒരു ശിങ്കാരി വിചാരിച്ചാൽ ചീത്തയാൻ പറ്റിയ നായകനാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇല്ല, അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ വേറൊരാൾ ചീത്തയാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല. ഒരാൾ ചീത്തയാവണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം. വേറൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയുന്നതാണ്, ചുമ്മാ പറയാന്നൊക്കെ ഉള്ളൂ അല്ലേ. അതെ, ഇങ്ങനെ ശിങ്കാരികൾ ഉണ്ടോന്ന്. കാരണം ഭയങ്കര നമുക്ക് ചില സമയത്ത് ശിങ്കാരികളോട് ദേഷ്യം തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മീഡിയയിൽ ശിങ്കാരികളില്ലേ? ഉണ്ട്. അപ്പൊ നിങ്ങളല്ലേ തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണം. അതെ. അത്രയുള്ള കാര്യം. ഓക്കെ, ഇപ്പൊ ഈ സിനിമയിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്കുള്ളിൽ സിനിമകൾ പറയുന്നു, ആ സിനിമയ്ക്കുള്ളിൽ അടുത്തൊരു കഥ പറയുന്നു. അപ്പം ഭയങ്കര ഒരുപാട് ലെയേഴ്സിലൂടെയാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ സീരിയസ് ആണോന്ന് ചോദിച്ചാൽ സീരിയസ് ആണ്, എന്നാൽ പക്ക സീരിയസ് ആണോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒക്കെ ഭയങ്കരമായി ചിരിച്ച പല എലമെൻസുകളും അതിനകത്തുണ്ട്. എന്നാൽ ഇമോഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ശരിക്കും ഉള്ളിലുണ്ടായിരുന്നു? ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് ഞാൻ കാണാൻ പോകുന്നതെന്ന് അഭിനയിച്ച സിനിമയിലേക്ക് അറിയത്തില്ല. ഫസ്റ്റ് സിനിമ അതിന്റെ പ്രിവ്യൂ കാണുന്നത് കണ്ടിട്ടപ്പോൾ എനിക്ക് ലാസ്റ്റ് കേൾക്കുന്ന ഇമോഷണൽ ആയി. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളും ഒരു കാട്ടിൽ നിന്ന് സിനിമയുടെ പോകുന്ന ഒരു മനുഷ്യനാണ്. പലപ്പോഴും നമ്മള് ഒരു നമ്മൾ എന്തെങ്കിലും ചെല്ലുമ്പോഴാണ് മനസ്സിലാവത്തുള്ളൂ. ഒരു എൻട്രി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും, ഇപ്പൊ സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പൊ ലോകത്തിലെ എല്ലാ മേഖലകളിലും ഒരു വിജയകരമായ തലത്തിലേക്ക് എത്തണമെങ്കിൽ എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടുമായിരിക്കാം, പക്ഷെ പല ലെവൽസ് ഉണ്ടല്ലോ എല്ലാ മേഖലകളിലും. അപ്പോൾ അവിടെ റിജക്ട് ചെയ്ത് പിന്നെ ഇവരെങ്ങനെ എത്തിപ്പെടാന്ന് പറഞ്ഞൊരു ഒരു മനുഷ്യൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. പിന്നെ എത്തിപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങൾ ഇതൊക്കെ നമുക്ക് റിഫ്ലക്റ്റ് ആവും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിനിമാമോഹിയും സിനിമാഗ്രഹിയും ഒരു സഞ്ചാരിയും എന്നുള്ളവരേക്ക് നമുക്ക് അതൊക്കെ ഭയങ്കര കണക്റ്റ് ആവുന്ന കാര്യങ്ങളാവും. എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു, വിഷമിച്ചു, സന്തോഷിച്ചു, ചിരിച്ചു, എല്ലാ വികാരങ്ങളിലൂടെയും നമ്മൾ സിനിമയിൽ കടന്നുപോയി. സന്തോഷം ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് ഭാഗമാവാൻ സാധിക്കുന്നതിലും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ സാധിക്കുന്നതിലും സന്തോഷം. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ശരിക്കും സിനിമയില്? 14 കൊല്ലമായി സിനിമയിൽ. 14. ഈ 14 കൊല്ലം ബിപിൻ പെരുമ്പള്ളിക്ക് തന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഭയങ്കരമായിട്ട് അത് പറയാലോ. നമ്മളിപ്പോൾ ഏജ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഉള്ള ചിന്താഗതികളും വിശ്വാസങ്ങളൊക്കെ മറ്റു ചില കാലഘട്ടങ്ങളാകുമ്പോൾ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ നമ്മൾ കുറച്ചും കൂടി പഠിക്കുകയാണ്, കാണുകയാണ് കൂടുതൽ ആൾക്കാർ. നമ്മൾ ചിന്തിക്കുന്നോ അതിപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലാണല്ലോ ഓരോരോ ലോകം. അപ്പൊ നമ്മുടെ ലോകത്തിൽ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന പല കാര്യങ്ങളും ജീവിതയാത്രയിൽ തെറ്റാവായി പോകാറുണ്ട്. നമ്മൾ തെറ്റാന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ജീവിതയാത്രയിൽ ശരിയായിട്ട് വരാറുണ്ട്. ഇതിപ്പോ ഇത്ര പ്രായപ്പോ ഇങ്ങനെ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മളിതിനെ അങ്ങനെ തന്നെ കാണുക, ഈ ലോകത്തില് ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിനെ കൂടുതൽ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കാതെ ഈ അത്ഭുതകരമായ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ഇതുപോലെ നടനൊക്കെ ആയിട്ട് പലതൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റിയ വലിയ അത്ഭുതം, അല്ലെങ്കിൽ അതൊക്കെ വലിയ സന്തോഷം. ഇല്ലെങ്കിൽ പോലും ഒരു മനുഷ്യന് സന്തോഷവാനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം. അങ്ങനെ ഈ ഒരു നടനെ സംബന്ധിച്ച് വേഷപ്പകർച്ച എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ചേട്ടൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ ഗെറ്റപ്പ് ചേഞ്ച് ഭയങ്കര വ്യത്യാസം. അതായത് ആൾക്കാർ ഇദ്ദേഹം തന്നെ ആയിരുന്നോ അദ്ദേഹം എന്ന് ഡൗട്ട് തോന്നുന്ന രീതിയിൽ യു ക്യാൻ ഡൂ ദാറ്റ്. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു മേക്ക് ഓവർ ഭയങ്കരമായിട്ട് പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ എന്ത് ചെയ്താലും പണ്ട് മറ്റേ ഇവിടെ മുന്തിരി വെച്ച് മാറ്റുന്നത് പോലെയല്ല, ശരിക്കും നിങ്ങൾ ഒരു ചേഞ്ചിലേക്ക് ഒരു ക്യാരക്ടറിലേക്ക് മാറുമ്പോൾ എൻറ്റയർലി നേരത്തെ ചെയ്തു വെച്ച ക്യാരക്ടറിൽ നിന്ന് ഗെറ്റപ്പ് തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ ഇപ്പം നമ്മള് ബേസിക്കലി ഡയറക്ടേഴ്സ് വലിയൊരു ഭാഗമാണ്. കാരണം അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ ഈ ഷേപ്പിൽ ഇങ്ങനെ രീതിയിലായിരിക്കും കഥാപാത്രം. പിന്നെ ഇതിന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ ഒരുമാതിരിപ്പെട്ട എന്റെ എല്ലാ സിനിമകളിലും ഓണക്സ് ആണ്. ഓണക്സിന് തന്നെ ഒരു സിനിമ സെയിം സിനിമയ്ക്ക് ഇപ്പൊ മാറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതൊക്കെ ഒരു നിങ്ങളങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പൊ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമൊന്നും അല്ലത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം, ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെയൊക്കെ ക്യാരക്ടേഴ്സ് വേറൊരു സാധനം കാണുമ്പോ അങ്ങനെ മാറ്റമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. നമ്മളൊക്കെ അതിനെ ശ്രമിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇത് അറിയാലോ, ഇതൊക്കെ ഇതൊക്കെ നമ്മളിതിനെ അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ എപ്പോഴും. തീവണ്ടിയിലെ ക്യാരക്ടർ ശരിക്കും അത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന്
എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ തുരുത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ പറ്റി നമ്മൾ എന്താണോ ആദ്യം മനസ്സിൽ വിചാരിക്കുക അവരല്ല അവിടെ കാണുന്ന ആ ഒരു റെസ്പുട്ടൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ അടുത്തേക്ക് വന്നപ്പോഴേ അതിനും കൊണ്ടൊരു മൊത്തത്തിലൊരു ആ റെസ്പുട്ടനാണോ ഇവിടെ ഇരിക്കുന്ന ബിപിൻ പെരുമ്പള്ളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഭയങ്കരമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ടേക്ക് എങ്ങനെയായിരുന്നു ആ സമയത്ത്? ആ ക്യാരക്ടർ ആക്ച്വലി എൻ്റെ കൂടെ അഭിനയിച്ച നിവി എന്ന് പറഞ്ഞ ഗിറ്റാറിസ്റ്റും മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്. നിങ്ങൾ പാട്ട് പാടണ്ടേ? പാട്ടിലല്ല, പാട്ട് ഞങ്ങൾ എഴുതിയിട്ടൊക്കെയുണ്ട്. പാട്ടിൽ കൂടുതൽ അവനൊക്കെ പെർഫോമൻസ് അദ്ദേഹമാണ് ചെയ്യുക. അപ്പൊ അവിടത്തെ ക്യാരക്ടർ ഞങ്ങൾ പറഞ്ഞ ഇത് ഇവര് ഡ്രസ്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവര് വൻ മറ്റേ റോങ് ആൾക്കാരെന്ന് തോന്നണം. പക്ഷെ ഇവര് മറ്റേ ഇന്റലക്ച്വൽ വർത്താനവും മറ്റേ ഗിറ്റാറും പാട്ടും സംഗീതവും ഒക്കെ ആയിട്ട് ഇവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ ഈ സൊസൈറ്റിയുടെ വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇവരുടെ സ്വന്തമായ ലോകത്ത് ജീവിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവിടെ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പൊ അത് നമ്മുടെ ലൈഫിൽ അങ്ങനെയൊന്നും പറ്റുന്നല്ല കേട്ടോ. പക്ഷെ അവരുടെ ലോകവേ ആക്ച്വലി ചില ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര ആഗ്രഹിക്കുന്ന ആ സമാധാനമുള്ള അങ്ങനെ ഒരു ലോകമല്ലേ. നമ്മളും വിചാരിക്കുന്ന സമാധാനവും സ്വസ്ഥതയും അല്ലെങ്കിൽ ശാന്തിയൊക്കെ തന്നെയാണ്. പക്ഷേ ഒറിജിനൽ ലൈഫിൽ അത് അത്രത്തോളം പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊച്ചൊന്ന് കരഞ്ഞാൽ പോലും നമ്മുടെ മൈൻഡ് മാറും. പെണ്ണുമ്പിള്ള വഴക്കുണ്ടാക്കിയാലോ, അല്ലെങ്കിൽ കൂട്ടുകാർ വഴക്കുണ്ടാക്കിയാലോ, അല്ലെങ്കിൽ കാമുകി വഴക്കുണ്ടാക്കിയാലോ, അല്ലെങ്കിൽ മമ്മി ഒന്ന് മുഖം മാറിയാലോ നമ്മുടെ മൂഡ് മാറും. അപ്പൊ ഇത് സൊസൈറ്റി നമ്മുടെ ചുറ്റുമ്പുറമുള്ള ആൾക്കാരും കൂടി ഇൻവോൾവ് ആണ് സമാധാനത്തിന്റെയും ശാന്തിയുടെയൊക്കെ പ്രോസസ്സിൽ. എനിക്ക് തോന്നുന്നു ആ സറൗണ്ടിങ് കിട്ടാതിരിക്കാനായിരിക്കും റെസ്പുട്ടനും ബോബാറിലേക്ക് ആ ഒരു തുരുത്തിൽ പോകുന്നത്, ഒഴിവാകാനായിട്ടാണ് പോവുക. അപ്പൊ നമ്മുടെ യാത്രകളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എസ്കേപ്പിസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ എല്ലാ യാത്രകളിലെയും. ഒരു എവിടേക്ക് എന്തൊക്കെ സ്പിരിച്വാലിറ്റി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എസ്കേപ്പിസം എന്ന് പറഞ്ഞൊരു ചെറിയൊരു എലമെന്റ് ഇല്ലേ എല്ലാ യാത്രകളുടെ ഒരു മൂലിക. അതെ, എങ്ങനെയാണ് എസ്കേപ്പ് ആവുന്നത് ലൈഫിൽ നിന്ന്? ലൈഫിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ലല്ലോ. ചക്രത്തിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി ഔട്ടായി പോകുന്നുള്ളൂ. നമ്മുടെ സൊസൈറ്റിയുടെ ഈ ഒഴുക്കിൽ നിന്നും ഈ യാത്രയിൽ നിന്നൊക്കെ വളരെ കുറച്ച് സമയത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാല്ലോ, അതെങ്ങോട്ട് എസ്കേപ്പ് ആവുക. ഒരു ബ്രേക്ക് എടുക്കണം തോന്നിയാ എന്താ ചെയ്യാ? യാത്ര, ട്രാവൽ. യാത്രയുടെ കൂട്ടാരൊക്കെയാണ്? നമുക്ക് ഒത്തിരി ട്രാവൽ ഫ്രണ്ട്സ് ഉണ്ട്, തന്നെ യാത്ര ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാണാത്ത സ്ഥലങ്ങൾ കാണുക എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ലോകത്തില് ഒരു സ്ഥലത്തെ പോലെ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഹിമാലയം ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ കൊല്ലത്തിലൊരു പ്രാവശ്യം ഹിമാലയം ചവിട്ടും. അങ്ങനെ തന്നെ ഹിമാലയം ചവിട്ടുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ തന്നെ. എല്ലാ പ്രാവശ്യം ഒന്ന് കാണണം, ഒന്ന് പോയി അവിടെ ഒന്ന് ജസ്റ്റ് ഒന്നും ഇല്ലേ പോലും ഒരു ദിവസമെങ്കിലും അതൊന്ന് കണ്ടു കേട്ട് അവിടെ ഒന്ന് ചെന്നില്ലെങ്കിൽ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഹിമാലയം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ നമ്മളിപ്പോ ഇന്ത്യ തന്നെ ഭയങ്കര അത്ഭുതകരമായൊരു ലോകമാണല്ലോ. അതിനെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിമാലയമാണ്. അങ്ങോട്ടൊക്കെ എല്ലാ കൊല്ലം ഒരു പ്രാവശ്യം പോകാറുണ്ടോ? ആണല്ലേ. ഈ യാത്രകൾ തരുന്ന ടേക്ക് അവേ എന്താണ് ശരിക്കും? ടേക്ക് അവേക്കാളും കൂടുതലായിട്ട് എക്സ്പീരിയൻസുകൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ലോകത്തിന് നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പെരുമാറുക, എന്താ സംഭവം ഇവിടേക്ക് അങ്ങനെയൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മളൊരു ഇപ്പോൾ ലോൺലി ട്രാവലിങ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് ഒന്ന് അങ്ങനെയൊക്കെ ചെയ്തു നോക്കിയത്. പക്ഷെ ഭയങ്കര വ്യത്യാസമാണ്. നമ്മളല്ലെങ്കിൽ നോർമലി പോയി ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യുക, അങ്ങനത്തെ സംഭവം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കായി കഴിയുമ്പോഴാണ് ആക്ച്വലി നമ്മളൊരു എന്താണ് എങ്ങനെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ. അല്ലെങ്കിൽ ഈ യാത്രകളിൽ വേറൊരു തലമുണ്ട്. നമ്മൾ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, കൂടെ യാത്ര ചെയ്യുന്ന പല ആൾക്കാർ, അതിൻ്റെ കൾച്ചേഴ്സ്, പല നാട്ടുകാർ, അവരുടെ സംസ്കാരങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അതൊക്കെ ഈ ലോൺലി ട്രാവലിംഗിലായിരിക്കും കുറച്ചും കൂടിയൊക്കെ മനസ്സിലാവുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. ഓക്കെ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കർഷകനിൽ നിന്ന് സിനിമയിലേക്കുള്ള ദൂരം, അതേപോലെ ഒരു കർഷകനിൽ നിന്ന് വേഫെയർ ഫിലിംസ് പോലൊരു കാര്യത്തിന്റെ ഒരു മൊത്തത്തിൽ ഒരു ഓളിനോൾ എന്നൊക്കെ പറയട്ടെ, അങ്ങനെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതായത് ഇപ്പം നമ്മള് അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാനിൽ നമ്മൾ ആശ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിനെ കണ്ടുപിട്ടിയ ശേഷമാണ്. അദ്ദേഹം ചേട്ടൻ വേഫെയറിലുണ്ട്, അദ്ദേഹത്തിനെ കണ്ടുപിട്ടി അദ്ദേഹം പറഞ്ഞാലും സിനിമയിലുണ്ട്. ഇപ്പോള് നമ്മളിതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മള് കൂടെ നിർത്തികളാരും മാത്രമാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു സംഭവം എനിക്ക് അറിയത്തില്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ എത്തിപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞങ്ങൾ കുറെ ആൾക്കാരുടെ ജീവിതം അങ്ങനെയാണ്. എന്റെ മാത്രമല്ല കേട്ടോ, ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുടെ. നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? ഉണ്ട്.
നിങ്ങളെല്ലാവരും സിനിമ സ്വപ്നം കണ്ട് ആ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിച്ചത് DQ ആണെന്ന് ശരിക്കും പറയാല്ലേ? അങ്ങനെയൊക്കെ തന്നെ വേണം പറയാൻ. കാരണം അദ്ദേഹം വന്നപ്പോഴാണ് ലൈഫിൽ സിനിമയ്ക്ക് മുമ്പും സിനിമയ്ക്ക് ശേഷവും എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായത്. അല്ലെങ്കിൽ ജീവിതം ഒന്നായിരുന്നു, വലിയ വ്യത്യാസങ്ങളും ഇല്ലാതെ കഷ്ടപ്പാടും ദുരിതവും കഷ്ടപ്പാടൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ എൻട്രി കൊണ്ട് സമൂഹത്തിലും ഈവൻ വീട്ടിലും നമ്മുടെ സൊസൈറ്റിയിലും അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്കൊരു പേര് വ്യത്യാസവും നമുക്കൊരു നമ്മുടെ തന്നെ കൾച്ചർ വ്യത്യാസവും ഒക്കെ സംഭവിച്ചു അദ്ദേഹത്തിന്റെ ഒരു എൻട്രി കാരണം. അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നമ്മൾ സ്നേഹം, പിന്നെ ഈ ഭൂമി സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ഒരു അനുഗ്രഹം, അങ്ങനെയൊക്കെ വേണം ഇതിനെ കരുതാനായിട്ട്. ഇപ്പൊ നമ്മുടെ ആശാൻ സിനിമയില് ജോമോൻ ചെയ്ത അനന്തൻ എന്നുള്ളൊരു ക്യാരക്ടറും നമ്മുടെ ആശാന്റെ, അതായത് ഇന്ദ്രൻ സേട്ടൻ ചെയ്ത ആശാൻ എന്നുള്ള ക്യാരക്ടറിനും അതിഭീകരമായ സിനിമ എന്നുള്ളൊരു ആശയുണ്ട്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ ലെയേഴ്സിൽ നിന്ന് ഈ രണ്ട് ആൾക്കാരുടെ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ ഒരു പടി കുറച്ച് മുകളിലാണ്. ഇത് ശരിക്കും നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് റിലേറ്റബിൾ അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ആംഗിളല്ലേ സിനിമ കാണിച്ചേക്കണേ. ഇപ്പൊ വിജയിച്ചു വന്ന ആൾക്കാർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആംഗിളാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ല ഞാൻ പറഞ്ഞ 100%. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഈ സമൂഹത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 90% ആൾക്കാരും സിനിമ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ? സിനിമ ആഗ്രഹമില്ലേ? എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമില്ല. എന്താ ആഗ്രഹം? അങ്ങനെയല്ല, സിനിമയിൽ അഭിനയിക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹം ഇതുവരെ വന്നിട്ടില്ല. സംവിധാനം ആഗ്രഹമില്ല. പാട്ടാഗ്രഹമുണ്ടോ? ഞാൻ പാട്ട് പാടാറുണ്ട്, പാടാൻ പറ്റിയ കുഴപ്പമില്ല. പക്ഷെ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം എനിക്കില്ല. വളരെ കുറച്ച് ആൾക്കാരാണ് കാണാറുള്ളൂ. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? ഇതിപ്പോ എന്റെ ഇന്റർവ്യൂ ആയി മാറിയല്ലോ. അങ്ങനെയില്ല, എനിക്ക് ആക്ച്വലി ഒരു നല്ല ആങ്കർ ആവണം എന്നായിരുന്നു. എനിക്ക് സ്റ്റേജ് ഷോസ് ഒക്കെ ആങ്കർ ചെയ്യുന്ന പോലെ ഇപ്പം എൻ്റെ രഞ്ജിനി ചേച്ചിയൊക്കെ ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയി കുഞ്ഞുനാൾ തൊട്ട് മറ്റേ കണ്ണടയുടെ മുന്നിൽ വെച്ച് ഞാൻ അതാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു സിനിമയുടെ ഇന്റർവ്യൂ സിനിമയുടെ നായികയായിട്ടോ അല്ലെങ്കിൽ സിനിമയിൽ ഒരു ഭാഗമായിട്ടിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല. ആങ്കറിങ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട്. അതെ, നമുക്ക് സിനിമയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് 100% ഇന്ദ്രൻ ചേട്ടനെയും ജോമോൻ ചേട്ടനെയും പോലെ ആൾക്കാരാണ് എല്ലാവരും. ഇപ്പൊ നമ്മൾക്ക് എങ്ങനെയാ അതൊക്കെ തന്നെ ഇതിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. എത്തിപ്പെട്ട് ഇങ്ങനെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യം. അപ്പൊ എല്ലാരും കഷ്ടപ്പെട്ടൊക്കെ തന്നെ വരുന്നത്. ജോമോൻ സാറിന്റെ ഒരു കഷ്ടപ്പെടുന്നത് കുറെ സാർ എഴുത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അതെ, ഞാൻ ശരിക്കും വിചാരിച്ചു ജോമോന്റെ ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് ജോൺ പോളിന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ ശരിക്കും റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും ഭയങ്കര ബന്ധമുണ്ടോ എന്ന് തോന്നുന്ന പോലെ ആയിപ്പോയി. ഉണ്ടാവും, കാരണം ഇതിലേക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഡയറക്ടർ ആവണെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അത്രയോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജോൺ പോൾ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നീലാകാശം പച്ചക്കടലിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണ് സാറ് 3 സിനിമയുള്ളൂ എനിക്ക്. എത്ര കൊല്ലം എന്ന് ആലോചിച്ചു. അപ്പൊ അവരത്രയും കഷ്ടപ്പെട്ടും സ്ട്രഗിൾ ചെയ്തും 4 സിനിമ എനിക്ക് അങ്ങനെ 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 4 സിനിമ ഇതിപ്പോ 5ാമത്തെ മേ ബി, എനിക്കങ്ങനെ എക്സാക്ട് നമ്പർ അറിയത്തില്ല. എങ്കിൽ പോലും സാറിന്റെ ഒരു സാറിന്റെ മൂവീസ് ഒക്കെ ഭയങ്കര ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. അപ്പൊ നമ്മൾ വലിയ ഫാനാണ് സാറിന്റെ ഒക്കെ ഡയറക്ഷനിലേക്ക്. സാറൊക്കെ നമ്മൾ പരിപാടിക്ക് വിളിച്ചത് തന്നെ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ എന്നെ ഓർത്തല്ലോ, വേറൊരാളെ ഓർത്തല്ല അവസ്ഥയിൽ എന്റെ മുഖം മാത്രം സാറിന് മനസ്സിലേക്ക് വന്നേ. ഇപ്പം ജോൺ പോൾ സാറിന്റെ മൂവീസ് എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗപ്പി ആവട്ടെ, അമ്പിളി ആവട്ടെ, ഇതിനകത്തൊക്കെ മ്യൂസിക്കിന്റെ ഒരു ഭയങ്കരമായൊരു ഒരു പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ട്. അതിനെ ഇലവേറ്റ് ചെയ്യുന്ന, മൂവിയെ ഇലവേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറാണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ. നമ്മുടെ ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറും അദ്ദേഹം തന്നെയല്ലേ? പുള്ളി മ്യൂസിക്കാണ് പഠിച്ചത്. പിന്നെ ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹം അങ്ങനെ ഒരു ഭയങ്കര ഒരു മ്യൂസിക് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഭയങ്കര ഇൻവോൾവ് ആണ്. അപ്പൊ അതിന്റെ ഒരു സംഭവം അദ്ദേഹം തന്നെ എഴുതിയേക്കുന്ന എത്രയോ പാട്ടുകൾ ഹിറ്റാണ്. അദ്ദേഹത്തിന്റെ എത്രയോ പാട്ടുകൾ ഹിറ്റാണ്, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളല്ലേ. ഇന്നത്തെ കുഞ്ഞിക്കവിൽ മേഘമേ എന്നുള്ള പാട്ടിന് അതിന്റെ ഒരു ലെയർ ഇതിലൊരു ഏതെങ്കിലും ഒരു സീനിലിങ്ങനെ പോകുമ്പോ തന്നെ ആൾക്കാർ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ഉറപ്പായിട്ടും ആ പാട്ട് മനസ്സിൽ നിന്ന് പ്ലേ ചെയ്യും. ഇതൊന്നും കേൾക്കാണ്ട് തന്നെ കുഞ്ഞിക്കവിൽ മേഘമേ ഒന്ന് പ്ലേ ചെയ്യും മനസ്സിന്റെ അകത്ത്. അതൊക്കെ ഒരു സംവിധായകന്റെ
ഭയങ്കര മാസ്റ്റർ പീസുകളാണ്. ഒരാളുടെ മനസ്സിന്റെ അകത്ത് ഇതിനെ പ്ലേസ് ചെയ്യാവുന്ന സാധനം ഉണ്ടല്ലോ. നമ്മള് ഒരു കഥാപാത്രം അഭിനയിച്ചെങ്കിൽ ഇത് എവിടെ സിനിമ കാണുന്നവരെവിടെ കാണുന്ന ഒരു സാധനം ആരാ ഡിസൈഡ് ചെയ്യുക? അല്ലെ അതാണല്ലോ ഒരു പ്രേക്ഷകർ എന്ത് കാണുന്നുള്ളത് തീരുമാനിക്കുന്ന സംവിധായകനാണ്. അതിൻ്റെ അകത്ത് ഭയങ്കര ഞാൻ വലിയ അത്ഭുതപ്പെട്ടു. കാരണം ഞാനിത് ഭയങ്കര കോമഡി പടം നോക്കിട്ടിരിക്കുമോ? അല്ല ആക്ച്വലി എനിക്ക് തോന്നുന്നത് പടം കാണാൻ പോകുന്നവർ എന്റെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളുടെ മനസ്സിലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും സീരിയസ് മനുഷ്യരെ കരയിപ്പിക്കുന്നു തങ്ങൾ ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ല അതൊക്കെയാണ് സിനിമയുടെ മാജിക്. അതങ്ങനെ സംഭവിക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനിലേക്ക് വരുമ്പോഴേ നമ്മൾ കുറച്ച് നാളായിട്ട് മിസ് ചെയ്തിരുന്ന ഒരു എലമെന്റ് ഉണ്ട്, കോമഡി എന്നുള്ള ഒരു എലമെന്റ് ഇന്ദ്രൻ ചേട്ടൻ ചെയ്യുന്നത് കുറെ നാളായിട്ട് മിസ് ചെയ്തിരുന്നത്. അപ്പൊ ഈ പടം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫുൾ പാക്ഡ് ആയിട്ട് ഒരു കോമഡി പടം വീണ്ടും ഇന്ദ്രൻ ചേട്ടൻ വരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ നമ്മളെ കരയിപ്പിച്ചു. അത് പോട്ടെ, കരയിപ്പിച്ചെന്ന് മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്തല്ലോ. അതെ, ചിന്തിപ്പിക്കുകയും ചെയ്തു. പുള്ളിയുടെ ജെനുവിനായിട്ട് ആക്ട് ചെയ്യുന്നത് ക്യാമറയിലേക്ക് നോക്കുക നമുക്ക് തന്നെ ഒരു സങ്കടമായി പോകും പുള്ളി നോട്ടം കാണുമ്പോ. എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങളിട്ട് കറക്കിട്ടോ. അത് ഞാനല്ല, ജോൺ പോൾ എഴുതിയ പ്രശ്നമാണ്. ജോൺ പോൾ സാറിനെ കാണുമ്പോൾ ചോദിച്ചത് എന്തൊരു കോപ്പിലും പരിപാടി കാണിച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ ഞങ്ങൾ ഇന്ദ്രൻ ചേട്ടനോടാണോ ചെയ്യുന്നത്? അദ്ദേഹമാണ് ഒരു കാരണക്കാരൻ. ചെയ്യാൻ പോകുന്നത് ചെയ്യാനല്ലേ കുട്ടി പറ്റൂ. അതെ 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 അതെ, ആ ചിങ്കാരിയും കുറച്ച് മോശമൊന്നുമല്ല, പാവം. ജനുവലി ഭയങ്കര പാവം മനുഷ്യന്മാരാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ നമ്മൾ പണ്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ ഈ സിനിമയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു ഫിസിക്ക് തന്നെ അത് ബാരിയർ ആയിട്ടുള്ള ഒരു പോർഷൻ ഈ സിനിമയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ശരിക്കും റിയൽ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവാം. ശരിക്കും അദ്ദേഹത്തിന്റെ ഫിസിക്ക് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പണ്ട് കാലത്ത് ഒരു ബാരിയർ ആയിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് കാണുന്ന ഇന്ദ്രൻ ചേട്ടൻ അതല്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നോക്കുക, ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ സിനിമയെ കൂട്ടും, ഫോറിൻ സിനിമകൾ, ഔട്ട് ഓഫ് ഇന്ത്യൻ സിനിമകൾ, അതിൻ്റെ അകത്ത് അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരുടെ ഷേപ്പും ലുക്കും വിഷയം ആണോ? അല്ല അല്ല, നമ്മുടെ ഹാങ് ഓവറിലെ മറ്റേ ഒരു വില്ലനൊക്കെ എത്ര പൊക്കം എന്ത് വണ്ണമുണ്ടായത്. അതെ 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 അതെ, സി അത് കാലഘട്ടം കഴിഞ്ഞു പോയി. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനെ പോലെ അഭിനയിക്കാൻ ഒരാൾക്ക് പറ്റുമോ എന്നുള്ളതാണ് എന്റെ വലിയ കാര്യം. ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെ വരുന്നോടെ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ, അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യുന്ന രീതി, ആ കഥാപാത്രം എത്ര ലെയറാണ്. കോമഡി, സീരിയസ്, സെന്റിമെന്റ്, ദേഷ്യം, അങ്ങനെ പിന്നെ കഥകളി, മനുഷ്യന്മാര് ചെയ്യണ്ടല്ലോ എന്ന് തോന്നിട്ടാണ്. അതൊക്കെ അദ്ദേഹത്തെ പോലെ ലെജൻഡറി ആക്ടേഴ്സിന്. ഇന്ദ്രൻസ് എന്നുള്ള ഒരു ആക്ടറിനെയും മനുഷ്യനെയും ഒന്ന് കമ്പയർ ചെയ്ത് പറയൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എത്രത്തോളം അതായത് ജനുവിനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടായിരിക്കും. ആക്ടിങ് അങ്ങനെ തന്നെ, എത്രത്തോളം സ്കെയിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് ഇപ്പൊ ഇങ്ങനെ പറയുക, അത് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ. നമ്മൾ കണ്ട് ആസ്വദിക്കാന്നുള്ളതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. വിറ്റ്നസ് ചെയ്ത മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒപ്പാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ, ഇദ്ദേഹത്തിന് എങ്ങനെ കട്ടിക്ക് പിടിച്ച് നിൽക്കുന്നല്ലേ. അപ്പൊ നമ്മള് അത് ഭയങ്കര രസമായിട്ടാണ് പെർഫോം ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോ തന്നെ മുട്ടുകൂട്ടിയിരിക്കുന്നുണ്ടാവും. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇന്ദ്രൻസായിട്ട് നമ്മളെക്കാളും സിമ്പിളാണ്. അപ്പൊ പിന്നെ നമുക്കിങ്ങനെ അഭിനയിക്കാൻ തോന്നൂല്ലോ, തന്നെ അഭിനയിച്ച് പോക്കോളും, കുഴപ്പമില്ല, നമ്മളെ ട്രാക്കിലേക്ക് ആയിക്കോളും, കുഴപ്പമില്ല. പുള്ളി നമ്മളെയൊക്കെ ഭയങ്കര മോനെന്നൊക്കെ വിളിച്ചിട്ട്. ഓക്കെ, ഫാമിലിയിലേക്ക് നമുക്ക് വരാം. രണ്ട് ചെറിയ പിള്ളേര്, മൂന്നായി, മൂന്നെണ്ണായല്ലേ? ഒരു പെൺകുട്ടി, രണ്ട് ആൺകുട്ടികള്. ഓക്കെ, ഒരു ഭാര്യ, ഒരമ്മ. അതെ, ഒരു ഭാര്യ. ഞാൻ അതിനെ പറ്റി ചോദിക്കുന്നില്ല. അതായത് ഈ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് ശരിക്കും? കാരണം MBA കാരനായിരുന്നു, ബാങ്കിലെ ജോലി, കർഷകൻ, ഇതെല്ലാം നമ്മൾ വിട്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. സിനിമ ഭയങ്കര അതൊരു ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണോന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു സാധനം ഉണ്ടാക്കി എടുക്കണമല്ലോ. അത് കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ ഇതിന്റെ പുറകെ ഇറങ്ങി പോകുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമയ്ക്ക് പോയാൽ ചിലപ്പോ നമ്മൾ 1 മാസം കഴിഞ്ഞില്ല 1.5 മാസം കഴിഞ്ഞിട്ടും വരിക. വീട്ടിലെ കാര്യങ്ങള്, പിള്ളേരുടെ കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും നോക്കുന്ന വൈഫും ഉമ്മയും കൂടിയാണ്. അപ്പൊ അതൊരു വലിയ അവരുടെ സപ്പോർട്ടിലാണെന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ അങ്ങനെ ഫാമിലി ഹാൻഡിൽ ചെയ്ത കാരണം നമുക്ക് പ്രശ്നം ടെൻഷൻ തരാത്ത കാരണമാണ് ഇതിന് പുറകെ നടക്കാൻ പറ്റുന്നത്. 10 ദിവസം പിള്ളേരെ നോക്കാൻ പറഞ്ഞാൽ പോയി വിട്ടു. അതില് ഞാൻ 10 സിനിമകൾ അഭിനയിച്ചില്ലേ. സിനിമയിൽ അഭിനയിക്കാൻ എളുപ്പമാണ്. ഒരു ദിവസം കൊച്ചുങ്ങളെ നോക്കാൻ തോന്നി, എന്റെ പൊന്നോ, അത് സമ്മതിച്ചു തരണം. അത് ഭയങ്കര, അത് പെൺകുട്ടികളെ കൊണ്ടും അമ്മമാരെ കൊണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു കലാപരിപാടിയാണ്. എന്നെ കൊണ്ടൊന്നും കൂടില്ല. അത് ഒന്ന് പറ്റത്തില്ല, രണ്ട് ക്ഷമയില്ല, പിന്നെ ഇപ്പത്തെ സ്കില്ലാണ് ഇതൊക്കെ. നമ്മളെ കൊണ്ടൊന്നും നടക്കൂല എന്നത്. നിങ്ങളെ പോലെ ആൾക്കാരെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കലാപരിപാടിയാണ് അത്. ഭയങ്കര
അനുഗ്രഹീതരാണ് നിങ്ങളും നന്ദി. ഞങ്ങളെ പോലെ ആൾക്കാർ. കാരണം നിങ്ങളെ പോലെ ആൾക്കാരിലേക്ക് പെട്ടു എന്ന് വിളിക്കാം. ഓക്കെ, പക്ഷെ നല്ല ഇങ്ങനെ ഭയങ്കര ഹോമിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആണുങ്ങളൊക്കെ ഉണ്ട്. അല്ല, ആണുങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കൂടുതലും അവരൊക്കെ തന്നെ ഡീൽ ചെയ്യാം. കാരണം കൂടുതലും പുറഞ്ഞാടി നടന്നാറ്. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടപ്പോഴേ ഭയങ്കര അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു വിഷമവും വന്നു, എന്നാൽ ഒരു സന്തോഷവും വന്നു. ആ ബുള്ളറ്റില് പെറ്റും. അയ്യോ, അത് റാംബോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഡോഗാകുന്നു. അപ്പൊ മൂപ്പര് ഞങ്ങൾ കുളിക്കാൻ പോയ കൂടെ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങള് പുഴ ചാടിയ പട്ടി കൂടെ പുഴ ചാടും. അപ്പൊ എന്റെ ബുള്ളറ്റിന് പോയ പട്ടി എന്റെ ബുള്ളറ്റിന് ഒപ്പം ഓടും. ബുള്ളറ്റ് അകലോട്ടാണ്, പട്ടി അകലോട്ടായിരിക്കും. ബുള്ളറ്റ് കത്തിയ പട്ടി നിൽക്കും. ഫുട്ബോൾ കളിക്കാൻ പോവും, ക്രിക്കറ്റ് കളിക്കാൻ പോവും. അങ്ങനെ അവനെ കെട്ടത്തൊന്നും പറയും. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പുള്ളിയാകുന്ന മെയിൻ ആള്. അപ്പൊ ആരും പുള്ളി ദൂരേക്കൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ തന്നെ പിള്ളേരുടെ കൂടെ ഫുൾ കളി. പിള്ളേരെ നമ്മുടെ മേത്ത് പിടിക്കാനല്ലേ അങ്ങനെ സമ്മതിക്കില്ല പറ്റി. അല്ലാതെ ഭയങ്കര എല്ലാ വീട്ടുകാരുടെയൊക്കെ പെറ്റാകുന്നു പറ്റി. നാട്ടിൽ പറ്റി പുള്ളി 2 റൗണ്ടൊക്കെ അടിക്കും പഞ്ചായത്തിൽ കൂടെ. അപ്പൊ മൂപ്പര് രാത്രി ഒരു ദിവസം ഞാൻ ഇങ്ങനെ കുറെ കേട്ടു. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് കിടന്ന് വെച്ചപ്പാടിന് അങ്ങനെ എന്തെങ്കിലും പൂച്ചനെ കണ്ട ഇറങ്ങി ചെന്നില്ല. പക്ഷെ രാവിലെ വന്നപ്പോൾ ഈ സാധനം പട്ടി കഴുത്ത് ടൈറ്റായി പോയി മരിച്ചുപോയി. അപ്പൊ അങ്ങനെ സങ്കടമായി പോയി. കുട്ടിക്കും നമുക്കും എല്ലാവർക്കും ഭയങ്കര നട്ടൊക്കെ ബുദ്ധിമുട്ടായി പോയി. കാരണം അത്ര ഭയങ്കര ഒരു പട്ടി എന്നൊക്കെ പറയാൻ പറ്റില്ല അതിനെ. ഡോഗൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഫ്രണ്ടാകും നമ്മള് ഭയങ്കരമായിട്ട്. എന്നോട് നടക്കുക എന്നുള്ളതാണ്. എന്നോട് മാത്രമല്ല, തൊട്ട് താഴത്തുള്ള ചേട്ടനൊക്കെ പോവാണെങ്കിൽ ബൈക്ക് കയറി പോവുക. പുള്ളിക്ക് യാത്ര ചെയ്യണം. ഇപ്പൊ വൈഫ് സ്കൂട്ടർ എടുത്താ ഇറങ്ങൂല, ഇറക്കി വിട്ടാലും ഇറങ്ങി പോവില്ല. സ്കൂട്ടറിൽ കയറിക്കുക, കാറ് തോന്നുന്ന കാകത്ത് ഒന്ന് അങ്ങനെയുള്ള പരിപാടിക്കാരൻ. അപ്പൊ ഭയങ്കര, അപ്പൊ നമുക്ക് സങ്കടമായി പോയി. അതാകുന്നു ആ വീഡിയോ കാണുമ്പോ നമുക്കും പെട്ടെന്ന് ഭയങ്കര സന്തോഷത്തിൽ ആ വീഡിയോ കണ്ട് താഴെ എന്റെ ഒരു ക്യാപ്ഷനിലേക്ക് പോകുമ്പോ പെട്ടെന്നൊരു ടൂറൊക്കെ പോകുന്നു പറ്റി. ആരെയും കൂട്ടുകാരൊക്കെ വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന മുപ്പിൽ ഫുള്ളായിട്ട് പോയിട്ട് തിരിച്ചു വരും. എല്ലാവർക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോണ ആളായിരുന്നു. ഒളിച്ചോടി പോകും. നാല് ദിവസം ഒളിച്ചോടി പോയിട്ട് ഒരാഴ്ച വേറെ ഏതോ വീട്ടിൽ പെമ്പട്ടിയുടെ കൂടെയായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും. എന്തൊക്കെയല്ലേ. അല്ല, എല്ലാവരുടെ ജീവിതമല്ലേ, നമ്മളെന്ത് പറയാ. ഓക്കെ, ഇപ്പൊ നമ്മൾ ആശാൻ സിനിമയുടെ കാര്യങ്ങൾ പറയുമ്പോ ജീവിതത്തിൽ ആശാൻ ദുൽഖർ സൽമാൻ ആണെന്ന് നേരത്തെ പറഞ്ഞു. ഈ ആശാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ആശാന്റെ ഒരു ആശാൻ എങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത് ലൈഫില്? ആശാൻ നമ്മുടെ കുടുംബത്തിലും ഫാമിലിയിലും മക്കളുടെ ഇടയ്ക്കും നമ്മുടെ ഇടയ്ക്ക് ദൈവത്തിന്റെ സ്ഥാനമാണ്. കാരണം അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്. ഈവൻ സൊസൈറ്റി പോലും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ പിക്ചറും മാറ്റിയത്. കാരണം ഞാനിതിലേക്ക് പോകുന്നപ്പോൾ എനിക്ക് വട്ടാൻ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുള്ള ആൾക്കാരുണ്ട്, ബന്ധുക്കാരടുത്തൊക്കെ വിളിച്ചു, വേറെ പണിയൊന്നുമില്ല അത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ ഇതിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് നമ്മൾ നിർത്തിയതും എൻ്റെ ഫാമിലീനെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നതും എൻ്റെ വീട്ടിൽ മമ്മീനെയും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കാര്യമാണ് അവർക്ക് വീട്ടുകാരൊക്കെ. അവർക്കായാലും തിരിച്ചും എൻ്റെ ഫാമിലിക്ക് നമുക്കൊരു ദൈവത്തിന്റെ സ്ഥാനത്താണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് നന്മയും സ്നേഹവും ലവും ഒക്കെ. പിന്നെ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് നോട്ടീസ് ചെയ്യാനായിട്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പും കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാം നോട്ടീസ് ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് എൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടെന്ന് വെച്ചാൽ എനിക്കൊന്നും ഇല്ലാതെ പറയാനുള്ളൂ എനിക്കൊക്കെ. അദ്ദേഹത്തിന് ക്വാളിറ്റീസേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അനുഗ്രഹിക്കാനുള്ളൂ നമ്മളെ പോലെ ആൾ കൂടുതൽ നിർത്താന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ആശാൻ സിനിമയില് ഇപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലേ? അപ്പൊ ആ ഒരുപാട് ക്യാരക്ടേഴ്സില് ബിപിൻ പെൺപള്ളിയെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരാളുമായി സാമ്യം തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ ഇതുവരെയുള്ള ജേർണി വെച്ച് നോക്കുമ്പോൾ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളിലും നമ്മുടെ അംശം കാണൂലേ. നമ്മുടെ സിനിമയായിട്ട് നടന്നിട്ടുണ്ട്, കഥ എഴുതി അഭിനയിക്കാൻ വേണ്ടി നടന്നിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ കഥ ഇപ്പൊ നമ്മള് ഈ സിനിമ കാണുമ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു 60% കഥാപാത്രങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല സമയത്തും പല കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട്. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു, സന്തോഷം വന്നു, ചിരിച്ചു, ഇതൊക്കെ ഞാൻ ഉണ്ടായി സിനിമ. ഇന്ന ആളെന്നില്ല, എല്ലാത്തിലും പറയാൻ പറ്റില്ല. നമ്മൾ അഭിനയിക്കാൻ വേണ്ടി നടന്നിട്ടില്ലേ. നമ്മള് എഴുത്ത് കുറച്ചാള് അഭിനയിക്കാൻ കിട്ടിയില്ലേ അപ്പൊ തന്നെ കഥ എഴുത്തും പരിപാടി അങ്ങനെ നടക്കാൻ. അത് നടന്നില്ലേ കുറച്ചാൾ സംവിധാനം. നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാവുണ്ടോ? മേക്കപ്പ് പോലും പിടിച്ചാൽ ആലോചിച്ചിട്ടുണ്ടോ? സിനിമയുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊന്ന് കേറി കൂടിയാൽ മതി അല്ലേ? ഇതൊരു ആഗ്രഹമാണ്, സാധിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എങ്ങനെയൊക്കെ നമ്മളൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്.
കൂടെ വന്നൊരു 90% ആൾക്കാർക്കൊന്നും എത്തിപ്പെടാനും പറ്റിയിട്ടില്ല. അതിൽ നമ്മൾ എങ്ങനെയൊക്കെയോ ഒരു 10% നമ്മൾ കടന്നുകൂടി പോയി ഇങ്ങനെ കയറി വന്നതാണ്. അതൊക്കെ ഒരു നമ്മുടെ കഷ്ടപ്പാടിനേക്കാളും കൂടുതലായിട്ട് ഭാഗ്യവും അനുഗ്രഹിക്കാണ്. ഏറ്റവും സ്ട്രഗ്ലിംഗ് പോയിന്റ് എപ്പോഴായിരുന്നു ശരിക്കും? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ജീവിതത്തിൽ എപ്പോഴാണ് ഇല്ലാത്ത സിനിമയിലെ സ്ട്രഗ്ലിംഗ് പോയിന്റ് എപ്പോഴായിരുന്നു? ഇതിൻ്റെ അകത്ത് വരിക എന്നുള്ളതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു നിൽക്കുക എന്നുള്ളത്. അതങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിനോടൊരു പാഷൻ ഉള്ളവർക്ക് മാത്രമാണ് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കഷ്ടപ്പാട് തന്നെയാണല്ലോ. പിന്നെ ഇത് കഷ്ടപ്പാടാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ ഒരു ഇതൊക്കെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കഷ്ടപ്പാടൊന്നും അല്ലല്ലോ. അല്ലല്ല, ഇതിങ്ങനെ നടക്കാനാണല്ലോ നമ്മള് കെട്ടിമാണ്ടോട് ചാടി പോകുന്നത്. ഈ തിരക്കുകൾ എനിക്ക് ഇഷ്ടാവുന്നുണ്ട് എന്നാണോ? അല്ലാത്ത അവസ്ഥ ആലോചിച്ചു. തിരക്കൊന്നും ചുമ്മിരിക്കണം പറ്റുമോ? ഇല്ല. അത് ഇതാണ് നമ്മുടെ ഡ്രീം. ഈ ലൈഫാണ് നമ്മൾ ആഗ്രഹിച്ചേക്കണത്. ഇതിലേക്കാണ് വന്നേക്കണത്. ഇത് സംഭവിക്കുമ്പോ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് കാണട്ടെ ഒന്ന്. ഇപ്പോഴൊക്കെ കുറച്ച് നാളായാലും സംഭവിച്ചു തുടങ്ങിയിട്ട് ഇത് ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്നിട്ട് പിന്നെ തെരവിട്ട് നോക്കാതെ പറയാതെ. ഓക്കെ, ലോകയിലെ ക്യാരക്ടർ വില്ലന്റെ കൂടെ നടക്കുന്ന വില്ലനിസം ഇല്ലാത്ത ഒരു പാവം പോലീസുകാരൻ. അത് എനിക്ക് പല റൈറ്റിംഗ്സിലും അദ്ദേഹത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വില്ലനിസം ഇല്ല, ഉള്ളിൽ എന്തൊക്കെയോ നന്മകളുണ്ട്, എന്നാൽ ആച്ചപ്പയുടെ കൂടെ നടക്കുകയും വേണം. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വില്ലന്റെ കൂടെ ആയിപ്പോയല്ലോ. ഇയാളൊരു ഓഫീസറല്ലേ, ഇയാൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇയാളുടെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വളരെ അടുത്ത് നിന്ന് കാണുന്ന മൊത്തം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഇയാളാണ്. അപ്പൊ അത് ഭയങ്കര രസവും ചലഞ്ചിങ് തോന്നുന്നു. കാരണം ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ്. മൊത്തം റിയാക്ഷൻ ഷോട്ട്സ്, മുഖത്തെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കണല്ലേ, കണ്ണുകളിലൂടെ പേടി അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു എന്നൊക്കെ നന്നായിട്ട് വന്നു. ആ പേടിയൊക്കെ റിയൽ ആയിരുന്നു അല്ലേ? അത് അഭിനയിച്ചപ്പോ നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയല്ല, അതൊരു സബ്റ്റിൽ പരിപാടിയാണല്ലോ നമ്മളിപ്പോ. വലിയ കാര്യം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പല രീതിയിൽ പല ക്യാരക്ടേഴ്സ് ഒക്കെ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ. വലിയ കാര്യം, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു മഹാകാര്യം. പിന്നെ മഹാകാര്യം ഇപ്പം ലോക നേടിയ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പം അതിനകത്ത് അഭിനയിച്ച ഒരാളെന്ന് മാത്രമല്ല, വെഫെയർ ഫിലിംസിന്റെ ഒരു കൂട്ടത്തിലുള്ള ഒരാള് എന്ന് വെച്ചുകൂടി ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു വിജയം സിനിമ നല്ലതാണെന്നും അത് വിജയിക്കുന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഈ ലെവലിൽ അത് ഒരു മനുഷ്യന്മാരെ 8-10 പ്രാവശ്യം റിപ്പീറ്റ് ഓഡിയൻസ് വരിക, മിനിമം 3 പ്രാവശ്യമെങ്കിലും ആൾക്കാർ ഇത് പോയി കാണുക, കേരളത്തിലെ ഏറ്റവും ബിഗസ്റ്റ് ഗ്രോസ് ആവുക, വേൾഡിൽ തന്നെ മലയാള സിനിമ ചർച്ച ചെയ്യപ്പെടുക, ഇതിന്റെയൊക്കെ ഭാഗമാവുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണല്ലോ. ഇന്ത്യൻ സിനിമകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെ ആശാൻ ദുർഗ സൽമാനാണ് അത് മെയിനായിട്ട് സംഭവിച്ചത്. എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അത് ഭാഗമാവുക എന്നുള്ള സാധനം ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ ഇതൊരു മലയാള സിനിമ എന്ന് പറഞ്ഞൊരു മീഡിയം ലോകയിലൂടെ കുറച്ചു നാൾ നമുക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റി. ലോകം കണ്ടു. ലോകം കണ്ടു. ലോകവും ലോകയെ കണ്ടു. അതെ, തീർച്ചയായും അതൊരു സന്തോഷമോ. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ആ പടം അത്രയും സംസാരിച്ചു, ആൾക്കാരോട് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആൾക്കാർ അത്രയും റിപ്പീറ്റഡ് കണ്ടു, നമുക്കതിൻ്റെ ഭാഗമാകാൻ പറ്റി, അതിന് അഭിനയിക്കാൻ പറ്റി. അപ്പം അത് ഒരു സാമ്പത്തിക വിജയമായി. വലിയ സന്തോഷം. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അങ്ങനെയൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ കുറച്ച് സിനിമകളൊക്കെ വരുമ്പോഴാണല്ലോ നമുക്കിപ്പോൾ അതിന്റെയൊക്കെ ഭാഗമാവാൻ നമുക്കൂടെ പറ്റുമ്പോ പിന്നെ വലിയ കാര്യമല്ലേ. മഞ്ഞുമ്മല് ആവേശമൊക്കെ ഭയങ്കര തമിഴ്നാട്ടിലോ തെലുങ്കാന എവിടെ പോയാലും അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സിനിമകളെ പറ്റിയിട്ടും എല്ലാം പറ്റിയിട്ടും. അപ്പൊ ആ കൂടെ നമ്മുടെ ഒരു സിനിമയും കൂടി പ്ലേസ് ആയി എന്നുള്ളൊരു ഭാഗമാകാൻ പറ്റി. ബാക്കി ചാപ്റ്റേഴ്സിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? അത് അപ്ഡേഷൻ തന്നെ ഡൊമിനിക്കിനോ അതിന്റെ ക്യാമറമാനോട് ചോദിക്കേണ്ടി വരും. അദ്ദേഹം അവരതിന്റെ പണിപ്പുരയിലാണ്. അപ്പൊ എന്തായാലും സെക്കൻഡ് പാർട്ട് അടുത്ത പോലെ ഉണ്ടാവും. അപ്ഡേഷൻ ഒക്കെ അവർ തരും. എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട്. ബിബിൻ പെരുമ്പള്ളിക്ക് ഒരു ലേബൽ തരാൻ വേണ്ടി വോളിബോൾ പ്ലെയർ ആണ്, നാഷണൽ ലെവൽ പ്ലെയർ ആണ്. ഈ സ്പോർട്സും കാര്യങ്ങളും നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ കായികമായി നമ്മളെ സഹായിക്കാറുണ്ടോ? പിന്നെ അതായത് ഇപ്പൊ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 6 മണിക്ക് എഴുന്നേക്കും. ഈ 6 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ +2 തൊട്ടിട്ട് 400 മീറ്റർ കോർട്ടും 4 പ്രാവശ്യം ഓടണം. അപ്പൊ അന്നത്തെ ആ ഒരു ട്രോമ നമ്മുടെ മനസ്സിലുള്ള കാരണം 6 മണിക്ക് എഴുതി. അപ്പൊ കാരണം നോ ടെൻഷൻ, രാവിലെ ഓണാണ്. 6 മണിയാകുമ്പോൾ ഓണാവും. പിന്നെ നമുക്ക് ഇപ്പൊ എക്സസൈസ് ഒക്കെ ഭയങ്കര കുറവ്. എക്സസൈസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ബോഡിയൊക്കെ നമുക്ക് മെയിൻറ്റെയിനിങ് അത് ആക്ച്വലി ചെയ്യുന്നില്ല. അത് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊക്കെയാണ്. ഞാനത് കൊറോണ ഇടയ്ക്കൊക്കെ ചെയ്യും. പിന്നെ കളരി, ഞാൻ റിയൽ ഫൈറ്റിംഗ് ഒക്കെ നാഷണൽ ലെവലൊക്കെ പോയിട്ടുണ്ട്.
അത് ഞാൻ 10-14 കൊല്ലം പഠിച്ചിട്ടുണ്ട്. വോളിബോള് ഒരു സമയത്ത് തപസ്യായിരുന്നു. വോളിബോളിന് വേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു +2 ഡിഗ്രി MBA കാലഘട്ടം വരെയൊക്കെ ഫുൾ വോളിബോളാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ വോളിബോൾ സ്പോർട്സ് ഹോസ്റ്റലിലാന്ന് തോന്നല്ലേ? സായിലാണോ? അല്ലല്ല, കേരള സ്പോർട്സ് കൗൺസിലിന്റെ ചെമ്മനാർ സ്പോർട്സ് ഹോസ്റ്റലായിരുന്നു +1. പിന്നീട് ആലപ്പുഴ പുളിങ്കുന്നം സ്പോർട്സ് ഹോസ്റ്റലായിരുന്നു സെക്കൻഡ് ഇയർ. പിന്നെ ഇവിടെ രണ്ടും ഡിസ്മിസ് കാരണം നാട്ടിൽ വന്ന് പഠിച്ചു തീർക്കേണ്ടി വന്നു. കയ്യിലിപ്പല്ലായിരുന്നു. പിന്നെ ഡിഗ്രി നിർമ്മല കോളേജിലായിരുന്നു. അവിടെ 2 കൊല്ലത്തോളം നിർമ്മല കോളേജ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. +2നും ഡിഗ്രിക്കൊക്കെ എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. ആ ഗ്രേസ് മാർക്ക് വെച്ചിട്ടാണ് MBAക്ക് പോയത്. അല്ലെങ്കിൽ MBAക്ക് ഒന്നും പോകാൻ പറ്റില്ലായിരുന്നു. MBAക്ക് പോയിട്ട് നമ്മള് എനിക്ക് തോന്നുന്നു പാടെ ഉപേക്ഷിച്ചു തോന്നുന്നല്ലേ വോളിബോൾ? MBAക്ക് പോയപ്പോ പിന്നെ ആ കൾച്ചർ മൊത്തം മാറിയല്ലോ. നമ്മള് പോകുന്ന ബാംഗ്ലൂർ, അവിടെ കോർട്ടുകളൊന്നുമില്ല, പിന്നെ കളികളില്ല. പിന്നെ നമ്മൾ ആർട്സ് കോളേജൊക്കെ കഴിഞ്ഞു. നമുക്കൊരു ജിമ്മി ജോർജിനെ മിസ്സായോ? അയ്യോ, അത്ര അങ്ങനെ ജിമ്മി ജോർജൊക്കെ നെക്സ്റ്റ് ലെവൽ വേൾഡ് ക്ലാസ് പ്ലെയർ. എങ്കിൽ പോലും ജോലിയൊക്കെ കിട്ടിയതാണ്. 1-2 വർഷമൊക്കെ പല സ്ഥലത്തായിട്ട് പോയില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു സങ്കടമൊക്കെ തോന്നി പോയി. അപ്പോൾ കാരണം നമ്മളൊരു ജോലി കൊണ്ട് നല്ലൊരു വോളണ്ടറി, ഇപ്പം 35 വയസ്സ് കഴിഞ്ഞാൽ സ്പോർട്സിലേക്ക് കയറിയ വോളണ്ടറി റിട്ടയർമെന്റ് ചെയ്തിട്ട് പെൻഷനാണ്, സ്പോർട്സിലേക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കൂടെയുള്ളവരും അങ്ങനെ ആയി. നമ്മളെ ഒരു കാലത്ത് അങ്ങനെയൊക്കെ തോന്നിയാണ്. പിന്നീട് ഇപ്പം എനിക്ക് തോന്നുന്നു വെറുതെ അതിൻ്റെ അത് പോയാൽ ഒരിക്കലും ഇങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. പെൻഷൻ കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ ബാങ്കിൽ പണിയെടുക്കുമ്പോഴാണെങ്കിലും കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ നമ്മൾ മന്ദന്റെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പോക്കറ്റ് കൂടുതലൊക്കെ ആയിട്ടേ ഇപ്പൊ നമ്മൾ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ തിരിച്ചറിയുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മള് ശമ്പളം, കാശ്, അതിനൊക്കെ കൂടുതലായിട്ടൊരു പേരും പ്രശസ്തി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ സാധനം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണല്ലോ നമുക്ക് ഇപ്പൊ ജീവിതത്തില് എന്തെങ്കിലും നമ്മളൊരു ദിവസം മരിക്കാണ്ടിരിക്കില്ല. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്നതായിരുന്നു എന്ന് ഈ കാലത്തിന്റെ ചരിത്രങ്ങളിൽ എഴുതപ്പെടാനുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ താളുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ് ഈ സിനിമ. കാരണം നമുക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ ലോകാവസാനം വരെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അതെ അതെ അതെ. അപ്പം ഞാൻ മനസ്സറിഞ്ഞ് ആശംസിക്കുകയാണ് നമുക്ക് ഇനിയുള്ള സിനിമകളിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇത് ഇപ്പൊ പറഞ്ഞതുപോലെ ചരിത്രത്താളുകളിൽ മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും അങ്ങയുടെ വ്യക്തിമുദ്ര പതിക്കാനുള്ള ഒരു അവസരം ഇനിയും ഉണ്ടാവട്ടെ. നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും സംവിധായകരുടെ മുഖത്ത് ഇതുപോലെ തെളിഞ്ഞു വരട്ടെ എന്റെ മുഖം. അതെ 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 അതെ. നല്ല ക്യാരക്ടേഴ്സ് എവിടെ എഴുതിയാലും ബിപിൻ പെരുമ്പള്ളി തെളിഞ്ഞു വരട്ടെ. ജോൺ പോൾ സാറിന് തെളിഞ്ഞു വന്ന പോലെ. ഒരു സന്തോഷം നിങ്ങൾ വിളിച്ചതിനും ഈ ഇന്റർവ്യൂ എടുത്തതിനും നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think Oxygen. Oxygen, the smartphone expert. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.